അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കുക. അപ്പൊ ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസിന്റെ അളവിന് ഉഴുന്ന് അളന്നെടുത്താലും മതി. ഇനി ഉഴുന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കാം. ഇപ്പോൾ ഉഴുന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഉഴുന്ന് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലാണ് ഇത് കുതിർക്കാൻ വെച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ കുതിർത്ത് എടുക്കുന്നത് പോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാലും കുതിർന്ന് കിട്ടും. അപ്പോൾ ഉഴുന്ന് നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം മാറ്റിയിട്ട് ഈ ഉഴുന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം മുഴുവനും മാറ്റിയിട്ട് ഉഴുന്ന് മുഴുവനും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള ഉപ്പിട്ട് കൊടുക്കാം. കൂടി പോകരുത്, 1 2 നുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉഴുന്ന് കുതിർത്തെടുത്ത വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നല്ല തണുത്ത വെള്ളമാണ്. നമ്മൾ ഫ്രിഡ്ജിൽ കുതിർക്കാൻ വെച്ചിട്ട് എടുത്ത ഉഴുന്നല്ലേ. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഉഴുന്ന് കുതിർത്തയിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്, അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അരച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. അപ്പോൾ ഉഴുന്ന് നല്ല മയത്തിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. എനിക്കിപ്പോൾ 3 ടേബിൾ സ്പൂൺ വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത ഇടിയപ്പം പത്രിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടിയാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഓറഞ്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് അടിച്ചെടുത്തിട്ടേ ഉള്ളൂ, ഒരുപാട് അടിച്ചടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്കാണ് ബാറ്റർ റെഡിയാക്കി എടുക്കാനുള്ളത്. ഇനി ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ബാഗ് ഇറക്കി വെക്കാം. ഈ പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ നിറച്ച് കൊടുക്കാം. ഇപ്പോൾ പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലേക്ക് ബാറ്റർ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കെട്ടിട്ട് കൊടുക്കാം. പൈപ്പിംഗ് ബാഗിൽ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ലാസ്റ്റിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത ഹോള് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് നോക്കിയാൽ മതി. കറക്റ്റ് അളവിൽ കിട്ടുന്നുണ്ട്. അളവിലാണ് ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വലിയ ഹോൾ ഇടരുത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ പാലിന്റെ കവറോ അല്ലെങ്കിൽ എണ്ണയുടെ കവറോ നല്ലതുപോലെ കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ബാറ്റർ നിറയ്ക്കും. ഞാനിപ്പോൾ ഒരു പാലിന്റെ കവറിലേക്ക് ബാറ്റർ നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ പാലിന്റെ കവറിൽ ബാറ്റർ നിറച്ച് അതൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ ഉഴുന്ന് അളന്നെടുത്തിട്ടുള്ളത് അതിന്റെ ഇരട്ടിക്ക് വേണം പഞ്ചസാര എടുക്കാൻ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്രയാണോ പഞ്ചസാര എടുക്കുന്നത് അതിന്റെ പകുതി വെള്ളം വേണം ഒഴിക്കാനായിട്ട്. 2 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 5 ഏലക്ക തല്ലിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്ക ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് ഒരു ഒട്ടുന്ന പരുവാവണം. ആ ഒരു പരുവാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര എല്ലാം അലിഞ്ഞ് ഒരു ഒട്ടുന്ന പരുവ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തൊട്ട് നോക്കാം. കണ്ടില്ല, ഒരു ഒട്ടുന്ന പരുവാണ് നമുക്ക് വേണ്ടത്. ഒരു നൂൽ പാവ് ആയി പോകരുത്. ഇതുപോലെ കയ്യിൽ പിടിച്ച് നോക്കുന്ന സമയത്ത് ഒട്ടണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി പഞ്ചസാര പാനി ചൂട് മാറിക്കഴിയുമ്പോൾ അത് കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാര പാനിത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയുടെ ഒരു 3/4 ഭാഗത്തോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ആദ്യം റൗണ്ടായിട്ടൊന്ന് ചുറ്റിച്ച് ഒഴിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വെറുതെ റൗണ്ടായിട്ട് റെഡിയാക്കി എടുത്താലും മതി. റൗണ്ടായിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കുക. കറക്റ്റ് ഷേപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല.
ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ ഈസിയാണ്, പെട്ടെന്ന് ഒരുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും വേണ്ട, അതായത് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്താലും മതി. ഇത് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഈ കുഴിയപ്പച്ചട്ടിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു സൈഡ് ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഈസിയല്ലേ, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട, കുട്ടികൾക്ക് പോലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. മൊരിഞ്ഞങ്ങ് കളറൊന്നും മാറരുത്, അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ചിടാൻ പറഞ്ഞത്. രണ്ട് സൈഡും മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ. രണ്ട് വശവും പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. രണ്ട് വശവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പം കണ്ടില്ലേ, എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഈസിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഇനി ഇത് പാലിൻ്റെ കവറിലെ ബാറ്റർ നമ്മൾ നിറച്ചെടുത്തിട്ടുള്ളതാണ്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക, 2-3 റൗണ്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. മാവ് ഒഴിച്ചു കൊടുത്ത ഉടൻ തന്നെ വീർത്ത് വന്നോളും. ഒരുപാട് എണ്ണ കൂടിപ്പോരുത്, ഒരു 3/4 ഭാഗത്തോളം എണ്ണ മാത്രമേ എടുക്കാവൂ. ഒരു സൈഡൊന്നും ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കൊന്ന് എടുത്ത് മാറ്റാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാര പാനിയുടെ ചൂട് മാറിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. പഞ്ചസാര പാനി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പഞ്ചസാര പാനി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഓരോന്നായിട്ട് പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കുക. ജിലേബി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിൻ്റെ എണ്ണ മുഴുവൻ മാറിയിട്ട് വേണം ഈ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. ഒരുമിച്ചിടണ്ട, കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. പഞ്ചസാര പാനിയിൽ മുങ്ങിക്കിടക്കണം. 2 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ 2 മിനിറ്റ് ആയപ്പോൾ പഞ്ചസാര പാനിയൊക്കെ പിടിച്ച് ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ല, നല്ലോണം വീർത്ത് പഞ്ചസാര പാനിയൊക്കെ പിടിച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. 2-3 മിനിറ്റ് ഇതുപോലെ ഈ പഞ്ചസാര പാനിൽ ഇട്ട് വയ്ക്കുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് പഞ്ചസാര പാനിയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് പഞ്ചസാര പാനിയിലിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കുട്ടി ജിലേബി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പഞ്ചസാര പാനിയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് തരിപ്പുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. കടലേ നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. പഞ്ചസാര പാനിയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ജിലേബി ഉണ്ണിയപ്പച്ചട്ടിയിൽ റെഡിയാക്കി എടുക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്